നമ്മളിൽ ആരാണ് പോലീസ് ആവണമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പൊ തീരുമാനാക്കി തരാം. അതെങ്ങനെ ഉണ്ണി? ദേ ഇങ്ങനെ പിങ്കി പിങ്കി പോങ്കി ഫാദർ ഹാഡ് എ ഡോങ്കി ഡോങ്കി ഡൈഡ് ഫാദർ ക്രൈഡ് ഇങ്കി പിങ്കി പോങ്കി. അപ്പൊ ചിന്നു പോലീസ്. ചിന്നു നീ 10 വരെ എണ്ണണം, അതിനുശേഷം മാത്രമേ ഞങ്ങൾ പിടിക്കാൻ വരാൻ പറ്റൂ. ചേച്ചി പോലീസ് ആവന്നേ. അയ്യടാ നീയല്ല പോലീസായേ, അപ്പൊ നീ തന്നെ ആയാ മതി. വാ ഉണ്ണി നമുക്ക് ഓടാം. ശരാ ഇതെപ്പോ നോക്കിയാലും പണി നമുക്കാണല്ലോ. ഉണ്ണി നമുക്ക് സോഫേന്റെ ബാക്കിൽ കളിക്കാം. അത് ശരിയാ, ചിന്നു നമ്മളെ കണ്ടാൽ മാത്രം ഓടിയാൽ മതിയല്ലോ. എന്നാ വാ ചേച്ചി നമുക്ക് കളിക്കാം. രണ്ടെണ്ണത്തിനും കാണുന്നില്ലല്ലോ, ഇതെവിടെ പോയി? അല്ല ചിന്നു ബാക്കി രണ്ടാളും എവിടെ? അവരെ ഞാനും തപ്പുന്നേ, ഞങ്ങൾ കളഞ്ഞ പോലീസ് കളിക്കുന്ന. എന്നാ മക്കൾ കളിച്ചോ, അമ്മമ്മ കുറച്ചു നേരം പോയി TV കാണട്ടെ. എന്നാ അമ്മമ്മ പൊക്കോ, ഞാൻ അവരെ തപ്പട്ടെ. ആ പാവ മഞ്ജുക്കുട്ടീനെ അവൻ ആ കുഞ്ഞിന്റെ മുകളിൽ നിന്ന് തള്ളിയിടാതിരുന്നാ മതിയായിരുന്നു. അമ്മമ്മ കണ്ണീർപ്പൂക്കൾ കാണാൻ പോകുന്നതാണോ? അതേ മോളെ, ഇപ്പൊ കണ്ണീർപ്പൂക്കളുടെ രാവിലത്തെ എപ്പിസോഡ് ഇറക്കുന്ന. ഇന്നലെ രാത്രി കറണ്ട് പോയതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാ ഞാൻ വരാം അമ്മമ്മേ. അതിന് മോൾ ഇവിടെ നിന്ന് കളിക്കുന്നില്ലായിരുന്നോ? ഞാൻ കളിമതിയാക്കി, എനിക്ക് കണ്ണീർപ്പൂക്കൾ കാണണം. എന്നാ മോളും വാ. ദുഷ്ട, ഒരു റൗണ്ട് പോലെ അവൾ നമ്മുടെ കളിച്ചില്ലല്ലോ. അത് ശരിയാ, ഇന്ന് നമുക്ക് അവളെ കളിക്കാൻ കൂട്ടണ്ട. ഉണ്ണി ഉണ്ണി നീ ഒന്ന് പുറത്തു വന്നേ. മീരാന്റെ ആണല്ലോ വിളിക്കുന്നേ. വാ ചേച്ചി എന്താണെന്ന് പോയി നോക്കാം. ഹായ് അച്ഛനമ്മയും. ആന്റി അങ്കിള് വരുന്നത് പറഞ്ഞില്ലല്ലോ. നിങ്ങളെയൊക്കെ നീ ഞെട്ടിക്കാൻ വേണ്ടി വന്നതാ. ഞെട്ടിക്കാനോ? അതേന്നേ. അമ്മ അച്ഛൻ ഇവിടെ നിൽക്കോ? നമ്മൾ ഇവിടെ നിൽക്കില്ല, പക്ഷെ നമ്മൾ എല്ലാരും കൂടി വേറൊരു സ്ഥലത്ത് നിൽക്കും. അതെവിടെ? രമേശൻ കൂടി വരട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാം. എന്നാലും ചേച്ചിക്ക് ചേട്ടന് വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറയായിരുന്നു. ആര് പറഞ്ഞു ഞങ്ങൾ വിളിച്ചു പറഞ്ഞില്ല എന്ന്? ഞങ്ങൾ രമേശനോട് കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. രമേശ് ചേട്ടനോടോ? എന്ത് കാര്യം? അതവൻ വരട്ടെ എന്നിട്ട് പറയാം. അല്ല, അമ്മയെയും ചിന്നുനെയും ദേവുനെയും ഞങ്ങൾ വന്നപ്പോ കണ്ടില്ലല്ലോ. അതവര് കണ്ണീർപ്പൂക്കൾ കാണുകയായിരുന്നു. അതേതാണ് മോനെ ഒരു കണ്ണീർപ്പൂക്കൾ? പേര് കണ്ണീർപ്പൂക്കൾ എന്നാണ്, പക്ഷെ ചിലരുടെ കളിയുണ്ടത് കണ്ണീർപ്പൂക്കളാകും. പിന്നെ എല്ലാവരും കൂടി ഒരു 4 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്തോ? ദേവു രമേശിന്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ മറക്കണ്ട. 4 ദിവസത്തേക്കുള്ള ഡ്രസ്സോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല രമേശ് ചേട്ടന് ലീവൊന്നും കിട്ടില്ല. ആര് പറഞ്ഞു രമേശിന് ലീവ് കിട്ടില്ലെന്ന്? ഏട്ടാ ലീവ് എടുത്തുന്നോ? അല്ല ചേച്ചി, നമ്മളെവിടെയാ പോന്നേ? അതെല്ലാം രമേശൻ വന്നിട്ട് പറയാം. നിങ്ങൾ എല്ലാരും പാക്ക് ചെയ്യാൻ നോക്ക്. അമ്മേ അമ്മേ, ഞാൻ അമ്മയുടെ ചക്ര മോനല്ലേ, എന്നോട് പറയാം നമ്മളെവിടെയാ പോന്നേ. രമേശ് ഞങ്ങൾ വരട്ടെ മോനെ, എന്നിട്ട് പറയാം. ചേടാ എന്നാൽ എങ്ങോട്ടായിരിക്കും? A few hours later. ചേച്ചി എത്ര നേരമായി ഇരുന്ന് അച്ഛൻ വരാത്തെ? നീ ഒന്ന് സമാധാനിക്കണ്ട ചിന്നു, അച്ഛൻ വരാനാകുന്നതല്ലേ ഉള്ളൂ. എന്നാലും എന്താ അച്ഛനും അമ്മ എന്നോട് പോലും പറയാത്തെ എങ്ങോട്ടേക്കാ പോകുന്നേന്ന്? ഞങ്ങളുടെ അച്ഛൻ വന്നാലേ പറയൂന്നല്ലേ പറഞ്ഞേ. എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അച്ഛനൊന്ന് വേഗം വന്നാൽ മതിയായിരുന്നു. ദാ രമേശങ്കൾ വന്നു. അച്ഛാ. ആഹാ മക്കളെല്ലാം റെഡിയായല്ലോ. അച്ഛനൊന്ന് കുളിച്ചു മാറ്റിട്ട് വേഗം വരാവേ. അച്ഛൻ നമ്മൾ എങ്ങോട്ടേക്കാ അച്ഛാ പോന്നേ? അപ്പൊ ഗീതാന്റി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, അച്ഛൻ വന്നിട്ടേ പറയാന്ന് പറഞ്ഞേ. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നിട്ട് പറയാം. ഇതെന്താ ആരും എവിടെയാ പോന്നേന്ന് പറയാത്തെ? ഇനി വല്ല തീർത്ഥാടനത്തിനും പോകുന്നതായിരിക്കോ, അതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തെ. ശരിയാ, സാധ്യതയുണ്ട്. ടൂറെല്ലാം പോയി അടിച്ചു വയ്ക്കാൻ വിചാരിച്ചാ. ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ? വാ അകത്ത് കയറാം. അച്ഛൻ കുളിച്ചില്ലേ? ഇനിയെങ്കിലും പറ നമ്മൾ എവിടെയാ പോന്നേ. എല്ലാരും വരട്ടെ എന്നിട്ട് പറയാം. നമ്മളവിടെ എത്തുമ്പോഴെങ്കിലും അറിയോ? ഇപ്പൊ അറിയാം കേട്ടോ. എല്ലാരും ഒന്നിങ്ങ് വരട്ടെ. അളിയ ഇങ്ങ് വാ, എവിടെ ഇരി. അമ്മയും വാ. അല്ല മക്കളെ, നിങ്ങൾ എന്തുകൊണ്ട് എവിടെയാ പോകുന്നതെന്ന് പറയാത്തെ? ഇതാ ഇപ്പൊ പറയാമേ, ബാക്കിയുള്ളവരും കൂടി ഒന്ന് വന്നോട്ടെ. ഏട്ടാ എല്ലാരും എത്തിയല്ലോ, ഇന്ന് നമുക്ക് ഇവരോട് പറയാം അല്ലേ? നമ്മൾ എല്ലാരും കൂടി ഒരു സ്റ്റെക്കേഷന് പോവുകയാണ്. സ്റ്റെക്കേഷനോ? അതെന്നാ? അത് മോളെ, നമ്മളൊരു സ്ഥലത്ത് മാത്രം താമസിച്ച് വെക്കേഷന് പോയില്ലേ, അതാണ് സ്റ്റെക്കേഷൻ. ഒരു സ്ഥലത്ത് മാത്രോ? എന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ? അല്ലടാ, മാമൻ നല്ലൊരു ബംഗ്ലാവ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമുക്കൊരു 3-4 ദിവസം അവിടെ അടിച്ചു പൊളിക്കാം. ബംഗ്ലാവോ? ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനും സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഏത് ബംഗ്ലാവിലെ പോന്നേ? എനിക്ക് ശരിക്കറിയില്ല മോനെ, എന്റെ ഫ്രണ്ട് രവി ഇല്ലേ, അവരൊപ്പിച്ചു തന്നതാ. അല്ല എല്ലാവരുടെ സാധനങ്ങളൊക്കെ പാക്കല്ലേ? എല്ലാം പാക്കാണ്. ഏട്ടന്റെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ രമേശ നമുക്ക് ഇറങ്ങിയാലോ? ഈ മക്കളെ ഇതിപ്പോ രാത്രിയായില്ലേ? ഈ രാത്രിയാണ് നമ്മൾ പോന്നേ. ആ അമ്മ ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇപ്പൊ ഇറങ്ങിയാൽ 12 മണിയെല്ലാം കഴിയുമ്പോഴേക്ക് നമ്മളവിടെ എത്തും അല്ലേ? രമേശ നമ്മളെ കുറെ ആളില്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ കാർ എടുക്കാം. അമ്മയെയും ഗീതയെയും മീരയെയും ഞാൻ എന്റെ വണ്ടി കൂട്ടാം. നീ ദേവുവിനെയും മക്കളെയും കൂട്ടിക്കോ. അളിയ എന്നാ അങ്ങനെ ചെയ്യാം. കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. സമയം ലേറ്റായി, ഞങ്ങൾ കുറച്ച് സ്നാക്സ് എല്ലാം എടുക്കുന്നുണ്ട്. എന്നാലും പോകുന്ന വഴിക്ക് ഇനി കടയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എനിക്ക് വിശക്കുന്നില്ല. ഞങ്ങൾക്കും വിശക്കുന്നില്ല. ദേവു, ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2 കുപ്പി നിങ്ങളുടെ കാറിൽ എടുത്തോ. ശരി ചേച്ചി. എന്നാ എല്ലാരും പെട്ടി സൂട്ട് കേസെല്ലാം എടുത്തോ. വാ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഒന്ന് പതുക്കെ ഓടിക്കണ്ടേ സുഭാഷേ? അമ്മേ ഇത് ഈ റോഡിൽ അലോ ചെയ്ത സ്പീഡാണ്. നിന്റെ ഈ വണ്ടിയെ ഫോളോ ചെയ്തിട്ട് വേണ്ട രമേശിന് വരാൻ. അതുകൊണ്ട് നീ കുറച്ച് സ്പീഡെല്ലാം കുറച്ചിട്ട് പോയാൽ മതി.
അമ്മ പറയുന്നത് കേട്ടോ സുഭാഷ് ഏട്ടാ, ഇല്ലെങ്കിൽ ചെവിക്ക് സ്വസ്ഥത കിട്ടില്ല. അല്ല മീരെ, ആ തിരക്കിന് ചോദിക്കാൻ വിട്ടുപോയി. നീ മനുവിനോട് പറഞ്ഞോ നമ്മൾ പോകുന്ന കാര്യം? ആ, ഞാനത് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. സുഭാഷേ, വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ടല്ലോ. ഇല്ലെന്റെ അമ്മേ, അമ്മ ഇതൊന്ന് നോക്കിയേ. കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ? കാണും. സമയം ഒരു 11 മണിയായല്ലോ. 10 മണിക്ക് ഉറങ്ങുന്ന കുട്ടികളല്ലേ, പിന്നെ വണ്ടിയിൽ കൂടി ആകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു അരമണിക്കൂറായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇവിടെ അടുത്തൊന്നൊരു വീട് പോലും കാണുന്നില്ലല്ലോ. ഇരുടായോണ്ടായിരിക്കും അമ്മ, ഇപ്പൊ രാത്രിയല്ലേ, അങ്ങ് ഉള്ളിൽ കാണും. അല്ല, ഗീതയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. ഗീതേച്ചി നേരത്തെ ഉറങ്ങി. അവള് കുട്ടികളെക്കാളും കഷ്ട. വണ്ടിയിൽ എപ്പോ കയറിയോ അപ്പൊ ഉറങ്ങും. വേഗം അവിടെ എത്തിയിട്ട് വേണം ഒന്ന് നീണ്ടു നിറന്ന് കിടക്കാൻ. വണ്ടിയിൽ കുറേ നേരം ഇരുന്നിട്ട് നടുവേന എടുക്കുന്നു. ഒരു 12:30 അപ്പോഴേക്ക് നമ്മൾ എന്തായാലും എത്തും. ഞാൻ ഇന്ന് ലേശം ഒന്ന് കണ്ണു ചിമ്മട്ടെ. ആ, അമ്മ കിടന്നോ. A few hours later. അല്ല സുഭാഷ് മോനെ, ഇതാണ് നീ കണ്ടുപിടിച്ച റിസോർട്ട്? കാണുമ്പോൾ തന്നെ ഒരു പ്രേത ബംഗ്ലാവ് പോലെ തോന്നുന്നുണ്ടല്ലോ. എന്റെ ഒരു കൂട്ടുകാരൻ സെറ്റാക്കി തന്നതാ അമ്മേ. കാണാൻ ഇങ്ങനെയൊക്കെയാണെന്ന് അവൻ പറഞ്ഞില്ല. എന്നാലും ഈ സ്ഥലം കാണുമ്പോഴേ എന്തൊരു വശപശക്ക് പോലെ. ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് ഈ വീട് കുറച്ചുകൂടി ഭീകരമായിട്ട് തോന്നിയാ. രാവിലെ ആകുമ്പോഴേക്ക് ശരിയാകും. ഏട്ടൻ്റെ ഫ്രണ്ടിനോട് നമ്മളെല്ലാരും ഫാമിലി ആയിട്ടാ വരുന്നതെന്ന് പറഞ്ഞായിരുന്നോ? ആ, ഞാൻ അവനോട് പറഞ്ഞതാ നമ്മളെല്ലാരും ഫാമിലി ആയിട്ടാ പോകുന്നതെന്ന്. അപ്പോൾ അവൻ തന്നെയാ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഈ സ്ഥലം കാണിച്ചു തന്നെ. എന്തായാലും ഇത് നല്ല പഴക്കമുള്ള ബംഗ്ലാവാന്ന്. ചെറിയ പൈസക്കൊക്കെ എങ്ങനെ കിട്ടി? അറിയില്ല, എന്നാലും അവനുള്ളത് കൊണ്ട് നമുക്ക് ക്യാഷ് കുറച്ച് കിട്ടി. അളിയ, അമ്മ എല്ലാരും വാ. എത്ര നേരം ഇങ്ങനെ പുറത്ത് വെക്കാൻ തുടങ്ങിയിട്ട്? വാ, നമുക്ക് അകത്ത് കയറാം. സുഭാഷേ, എന്നാൽ ഇവരെല്ലാം അകത്ത് കയറിക്കോട്ടെ, നമുക്ക് ലഗേജ് എടുക്കാം. എന്നാ ഞങ്ങൾ സഹായിക്കാം, കുറേ സാധനമുള്ളതല്ലേ. വേണ്ട ദേവു, നിങ്ങൾ കുട്ടികളെയും അമ്മയും കൊണ്ട് അകത്തേക്ക് പോ. ഞങ്ങൾ എന്തായാലും ലഗേജെല്ലാം എടുത്തിട്ട് വരാം. ഇവിടെ ഹെൽപ്പിന് 2 ആൾക്കാരുണ്ട്, പക്ഷെ അവര് വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിൽ പോകും, അതുകൊണ്ട് ഇപ്പോൾ കാണാത്തെ. പിന്നെ രാവിലെ എണീറ്റ പാടെ നിങ്ങൾ കുക്കിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ കുക്കിങ്ങും ക്ലീനിങ് എല്ലാം ചെയ്യാൻ വേണ്ടി ഒരു ലേഡി വരലുണ്ട്. അല്ല, അപ്പൊ രാവിലത്തെ ചായയോ? എല്ലാവരും നോക്കിക്കോളും. പുലർച്ചെ 5 മണിയാകുമ്പോഴേക്ക് അവരിവിടെ എത്തും. അല്ല, അപ്പൊ രാവിലെ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കണ്ടേ? ഏയ് വേണ്ട, 2 ആളുടെ കയ്യിലും ഓരോ എക്സ്ട്രാ കീ ഉണ്ട്. എന്നാൽ വാ അളിയ, ഇപ്പോൾ തന്നെ പോയി സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ലേറ്റ് ആയി പോവും. വാ, എന്നാ പോയേക്കാം. എന്നാൽ മീരെ, നീ കുട്ടികളെയും അമ്മയും കൊണ്ട് അകത്തേക്ക് പോ. ഞാനും ദേവും കൂടി ഇവിടെ സുഭാഷ് ഏട്ടനെയും രമേശ് ഏട്ടനെയും കാത്തു വെക്കാം. അവരെല്ലാം ലഗേജ് എടുത്തിട്ട് വരുന്നതല്ലേ, അതെല്ലാം കൈയോടെ തന്നെ അകത്ത് വെക്കാം. എന്നാ മക്കളെ, നിങ്ങൾ അകത്തേക്ക് പോ.